ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് കാലമായി ഒരു ലെങ്തി വീഡിയോ ഉണ്ടാക്കിയിട്ട് എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങി ഷോർട്ട് വീഡിയോയിൽ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായില്ലോ, ഹാർഡ് വർക്ക് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കാൻ. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഒരു ഇൻഫർമേറ്റീവ് ആയ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ആർക്കും ടൈമില്ല, എല്ലാവർക്കും ഇതുപോലെ ചെയ്യാനാണ് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ ഉണ്ടാക്കിയായിരുന്നത്. പക്ഷേ അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈയിടെയായിട്ട് നമ്മുടെ ഒരു കസ്റ്റമർ വന്നപ്പോൾ ആൾ പറഞ്ഞു, മാഡത്തിൻ്റെ ഓരോ ഇൻഫർമേഷൻ ഭയങ്കര വാല്യുബിൾ ആണ്. ഞാൻ ബാംഗ്ലൂർ വെച്ചിട്ട് ഇത്രയും തിരക്കായിരുന്നാലും മാഡത്തിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ചില സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കാം, ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് കൊടുക്കണം, ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്, മുഴുവൻ വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ബാംഗ്ലൂരൊക്കെ എല്ലാവരുടെയും ലൈഫ് ഭയങ്കര തിരക്കാണ്. എന്നിട്ട് പോലും ഞാൻ തരുന്ന ഒരേ മെസ്സേജ് വായിക്കായിരുന്നു അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടാണ് അപ്പോൾ പറയണത്, വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ ഈ 37 വർഷത്തെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് മറ്റേ ശ്രോതാക്കൾക്ക് ഓരോ മെസ്സേജ് കൊടുത്താൽ തന്നെ അത് തന്നെ ഒരു വീഡിയോ ആയിട്ട് ഉണ്ടാക്കാമല്ലോ. ഇന്ന് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ നമ്മളെ എങ്ങനെ കെയർ ചെയ്യാം. അതേമാതിരി നമ്മൾ കാലത്ത് എണിട്ട് കഴിഞ്ഞ് ഒരു മിററിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുഖം കുറച്ച് ഭംഗി മീൻസ് നല്ല ഹെൽത്തി, ഒരു ഗ്ലോ, ഏത് കളറായിക്കോട്ടെ, ഒരു ഗ്ലോ, ഹെൽത്തി, എനർജറ്റിക് ആയിക്കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നമുക്ക് തോന്നും, വാവ്, നമ്മൾ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ. ചില സമയത്ത് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ കാലത്ത് മിററിലൊക്കെ നോക്കുമ്പോൾ നമ്മളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, വാവ്, ഇന്നലത്തെ ഫേഷ്യൽ നമുക്ക് നല്ല എഫക്റ്റീവ് ആവും. അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ പുതിയൊരു ക്രീം മേടിച്ചു കഴിഞ്ഞാൽ ആ ക്രീം ഉപയോഗിച്ച ദിവസം, പിന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു പുതിയ ക്രീം മേടിച്ചു കഴിഞ്ഞ് പിന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ മിററിൽ നോക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ക്രീം നമുക്ക് സൂട്ടായിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിരിക്കും, ഇല്ലെങ്കിൽ ചെറുതായിട്ട് പിമ്പിൾസോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ ക്ലിയർ ഉള്ള ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ആവും, നമുക്കത് നല്ലോണം സൂട്ടായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോണത്, നമ്മുടെ ഫേസ് നമുക്ക് കാണുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇഷ്ടപ്പെടണം. അല്ലാണ്ട് മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടിട്ട് നീ നല്ല ഭംഗിയുണ്ട് അത് പറയണേക്കാട്ടും നല്ലത് നമുക്ക് നമ്മുടെ മിററിൽ നോക്കുമ്പോൾ, യെസ്, യു ആർ വെരി ക്യൂട്ട്. ഇപ്പം ഞാനൊക്കെ എൻ്റെ മിററിൽ, എൻ്റെ പാർലറിൽ മൊത്തം അവിടെയും ഇവിടെ എല്ലായിടത്തും മിററാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ഫേസ് കാണുമ്പോൾ ഞാൻ പറയും, രമ, നീ ഭയങ്കര ക്യൂട്ടാണെന്ന് എപ്പോഴും ഞാൻ പറയും. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് നമ്മൾ നമ്മുടെ കണ്ണിൽ മിററിൽ, നമ്മൾ മോർണിംഗിൽ നമ്മൾ എണിട്ട് കഴിഞ്ഞിട്ട് പല്ല് തേക്കുമ്പോൾ ഒരു മിററിൽ നോക്കി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മിനിറ്റ് നമ്മളെ കണ്ണിൽ നോക്കിയിട്ട് നമ്മൾ പറയണം, വാവ്, യു ആർ വെരി ബ്യൂട്ടിഫുൾ, യു ആർ വെരി ക്യൂട്ട്. ഇങ്ങനെ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളെ ഉള്ളോണ്ട് വരുന്ന ഒരു ഡോക്കോമി എന്ന് പറഞ്ഞിട്ട് ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് തന്നെ നമുക്ക് ബ്യൂട്ടിയുടെ സംഭവങ്ങൾ വരാൻ തുടങ്ങും. നമുക്ക് നമ്മളെ ആദ്യം ഇഷ്ടപ്പെടണം. നമ്മൾ ആ മറ്റുള്ളവരെ ബോധിപ്പിക്കണേക്കാട്ടിലും നല്ലത് നമുക്ക് തോന്നണമല്ലോ നമ്മൾ ബ്യൂട്ടിയാണെന്ന്. എനിക്ക് തോന്നാറുണ്ട് ഞാൻ നല്ല ബ്യൂട്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയായിരിക്കും, ഇതെന്ത് പറയണേ എന്ന് പറയണേ, ഇതെന്താ, എൻ്റെ മോള് പറയും സ്വയം പൊക്കരുത് എന്ന് പറയും. പക്ഷെ നമ്മളെ തന്നെ പൊക്കി പഠിക്കണം. കാരണം വെച്ചാൽ വേറെ ആര് പൊക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മോള് ഒരു ഷോർട്ട് SP ആവല്ലേ മമ്മി, SP പറഞ്ഞാൽ നമ്മൾ സ്വയം പൊക്കി എന്ന് പറയും. പക്ഷെ ഞാനത് പറഞ്ഞുകൊണ്ട് മാറിയിട്ടൊന്നുമില്ല. യെസ്, ഞാൻ എപ്പോഴും മിററിൽ നോക്കുമ്പോൾ യു ആർ വെരി ബ്യൂട്ടി രമ, യു ആർ വെരി ക്യൂട്ട് എന്ന് ഞാൻ പറയാൻ ഒട്ടും മറക്കാറില്ല. തന്നെ എനിക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ നല്ല ബ്യൂട്ടിയാണ്. പിന്നെ അതേമാതിരി പ്രോപ്പർ കെയർ നമ്മൾ ചെയ്യണം. പ്രോപ്പർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗിൽ നമ്മൾ എണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തൊട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ ചെയ്യണം. കുറച്ച് സമയം ചെയ്യണം എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കിടക്കാനല്ല പറയണത്.
പറയണത്, നമ്മൾ മോർണിംഗിൽ ഫേസ് കഴുകുമ്പോൾ സോപ്പ് അവോയ്ഡ് ചെയ്തിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കുക. എപ്പോഴും 2 നേരം ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതേമാതിരി ഫേസിൽ ഒന്നുമില്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒന്ന് സ്ക്രബ് യൂസ് ചെയ്യുക. അല്ല മുഖത്ത് കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ ഓയിൽ അധികം കഴിക്കുന്ന വറുത്തതും പൊരിച്ചതൊക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കണമെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ഡ്രൈ ആയിട്ട് അധികം ഓയിൽ അല്ലാത്ത സാധനം നമ്മൾ ഭക്ഷണം കഴിക്കുക. അതേമാതിരി ഒന്ന് സ്ക്രബ് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ സ്ക്രബ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുട്ടും പൊടിയിൽ കുറച്ച് ചെറിയൊരു പഴം ഉടച്ച് കുറച്ച് മിൽക്ക് ഒഴിക്കുക. ഓയിലി ആണെങ്കിൽ മിൽക്ക് അവോയ്ഡ് ചെയ്യുക. ഒരു റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മൾ സ്ക്രബ് ചെയ്യുക. അത് ഏറ്റവും ബെസ്റ്റാണ്, നല്ല ക്ലിയർ ആയിരിക്കും. അതേമാതിരി തന്നെ വീട്ടിൽ സോ മെനി പാക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഡെയിലി നമ്മൾ ഒരു നേരമെങ്കിലും ഒരു 20 മിനിറ്റ്സ് ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുളിവുകളൊന്നും ഉണ്ടാവില്ല. കുറച്ച് പ്രായമാവുകയാണ്, കുറച്ച് ചുളിവ് തോന്നിക്കുകയാണ്. വെള്ളം കുടിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 25 വയസ്സാവുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ കുറച്ച് ചുളിവ് വരും. എന്തുകൊണ്ട്? അവർക്ക് വെള്ളം പ്രോപ്പറായിട്ട് സ്കിന്നിൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, സിപ്പായിട്ട് കുടിക്കുക. എന്തായാലും കാലത്ത് വെറും വയറ്റിൽ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മെറ്റാബോളിസം കൂടും. അതേമാതിരി നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും. നമ്മൾ ധാരാളം വെറും വയറ്റിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മെറ്റാബോളിസം കൂടും. അതേമാതിരി നല്ല എനർജറ്റിക് ആയിരിക്കും. പിന്നെ ഫുൾ ഡേ നമുക്ക് നല്ല എനർജി ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാട്ടർ എന്തായാലും പ്രോപ്പറായിട്ട് കുടിക്കണം. സമയമില്ല, ഞങ്ങൾക്ക് വാഷ്റൂമിലേക്ക് പോകാൻ നേരമില്ല, എന്ത് പറഞ്ഞാലും വെള്ളം പ്രോപ്പറായിട്ട് കുടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് എത്രയും പെട്ടെന്ന് പ്രായത്തിനെയും കാട്ടിലും മുന്നേ ചുളിയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ മുട്ടയുടെ വൈറ്റ് മാത്രം എടുത്തിട്ട് മുഖത്തും ഈ കഴുത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുക. ആ സമയത്ത് സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല. ആ സമയത്ത് ഒരു 20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ഫീൽ ചെയ്യും. ആ ഡ്രൈ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് തളിച്ചിട്ട് അതൊന്ന് കഴുകി കളയാം. അതേമാതിരി നല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, ടോണർ ഉപയോഗിക്കുക, നല്ല ടോണർ ഉപയോഗിക്കുക. എപ്പോൾ സ്റ്റെപ്പ് ഔട്ട് ആവണതിൻ്റെ മുമ്പേ, വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങണതിൻ്റെ മുമ്പേ 15 മിനിറ്റ് മുമ്പേ സൺസ്ക്രീം ഉപയോഗിക്കാം. എപ്പോഴും സൺസ്ക്രീം ഉപയോഗിക്കുക. സൺസ്ക്രീം ഇല്ലാണ്ട് നമ്മൾ പുറത്ത് ഇറങ്ങാനേ പാടില്ല. പ്രോപ്പറായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ചെയ്യണം, ടോണർ ചെയ്യണം. അതേമാതിരി തന്നെ സൺസ്ക്രീം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഒരുപാട് വെള്ളമായിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുക, കളർഫുൾ വെജിറ്റബിൾ ഇലക്കറികൾ പ്രോപ്പറായിട്ട് കഴിക്കുക. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കഴിച്ച് ധാരാളം നല്ല സന്തോഷമായിട്ടിരിക്കുക. നന്നായിട്ട് മറ്റുള്ളവരോട് ഫ്രണ്ട്സായ ഒരു ദിവസത്തിൽ ഒരു പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. അതേമാതിരി നല്ല വാക്കുകൾ പറയുക. നമുക്ക് കിട്ടിയ എല്ലാത്തിനെയും കുറിച്ചിട്ട് വൈകിട്ട് കിടക്കാൻ നേരത്ത് താങ്ക്സ്, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് ആവുക. അതേമാതിരി നമുക്ക് ഓരോ ഫ്രണ്ട്സ് ഓരോ ദിവസം നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവരുടെയും കേൾക്കുക, അവരേനെ നമ്മളെ ഓരോ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മൾ എപ്പോഴും ഹാപ്പി ആവാൻ നിൽക്കുക. എപ്പോഴും ഹാപ്പി എന്ന് പറഞ്ഞാൽ 24 അവറും ഒരാൾക്കും ഹാപ്പി ആവാൻ പറ്റില്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 24 അവറിൽ സോ മെനി പ്രോബ്ലംസ് ഓവർകം ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും 24 അവറും എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റില്ല. പക്ഷെ മാക്സിമം നമുക്ക് ശ്രമിക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏതിനെയും നമ്മൾ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റും. അതേമാതിരി ധാരാളം വായിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ നോക്കുക. പിന്നെ അതേമാതിരി ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാണ്ടിരിക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത സബ്ജക്റ്റിൽ നമ്മൾ തല കൊണ്ടേ ഇടാതിരിക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സന്തോഷമാവും. നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതേമാതിരി എവിടെയൊക്കെ ചൊറിയാൻ പറ്റും എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് ഒക്കെ പോകാൻ നോക്കും. അപ്പോൾ എന്താ ആവശ്യം? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഒന്ന് ഇടപെടാണ്ട് നിന്ന് നമുക്ക് എവിടെ കൊണ്ടാണ് സന്തോഷം കിട്ടുക? കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഒരു മാളിൽ പോയി, ലുലു മാളിലായാലും ശരി, ഒരുപാട് മാൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രി ഉണ്ട്, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സന്തോഷം, എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട്, എനിക്ക് കുറച്ച് 1 കിലോ 2 കിലോ സന്തോഷം തരണം എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഏത് കോടീശ്വരനും എത്ര കാശുണ്ടായാലും സന്തോഷം കാശ് കൊടുത്താൽ മേടിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ അത് കാരണം സന്തോഷം നിങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്താലേ ഇങ്ങോട്ട് നമുക്ക് സന്തോഷം കിട്ടാമല്ലോ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു വിഷമം അല്ലെങ്കിൽ ഫീലിംഗ് ചെയ്യണ ഒരു കാര്യത്തിലും ഇടപെടാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഞാനൊക്കെ ഇപ്പോൾ ഒരു വിഷമമായ ഒരു കാര്യത്തിൽ ഒട്ടും ഇടപെടാറില്ല ഞാൻ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ചെവിക്ക് എന്തോ പ്രോബ്ലം ആവും തോന്നുന്നു, ഒട്ടും കേൾക്കാറില്ല ഞാൻ. കാരണം ഞാൻ എന്തിനാണ് അതൊക്കെ കേൾക്കണത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിൽ
സന്തോഷമുള്ള കാര്യം കേട്ടാൽ മതി, സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ മതി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ ഇടപെടാറേ ഇല്ല. അതുകൊണ്ട് നല്ല ഹാപ്പി, എനർജറ്റിക്കും നല്ല ബ്യൂട്ടിയും ആയിട്ട് ഇരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ എല്ലാവരും അതേപോലെ ആവണം, നല്ല എനർജറ്റിക്കും പിന്നെ ബ്യൂട്ടി കോൺഷ്യസ്. ഇടയ്ക്കൊക്കെ എൻ്റെ പാർലറിലേക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതേമാതിരി എൻ്റെ വീഡിയോസ് കാണുക. എന്തെങ്കിലും അതിൽ കുറവുകൾ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യണം അങ്ങനത്തെയൊക്കെ ഓരോ ഇൻഫർമേഷൻ എനിക്ക് തരിക. അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് വീഡിയോ ഉണ്ടാക്കേണ്ടത്, ഇതെല്ലാം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു കൂട്ടരും ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ എനിക്ക് കുറേ ഐഡിയാസ് തരിക. കാരണം വെച്ചാൽ എൻ്റെ ബ്രെയിൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ വീഡിയോ ഉണ്ടാക്കിയിട്ട് തരുന്നത്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എത്ര സബ്ജക്റ്റും എത്ര സ്ഥലത്തു നിന്നാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നോ പ്രോബ്ലം, എന്നെ ഒന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഈ കമൻസിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഇന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഈ ടോപ്പിക്കാണ് എല്ലാവർക്കും നല്ലത് ഇഷ്ടപ്പെടുക. അങ്ങനെ ഒരുപാട് മെസ്സേജസ് എനിക്ക് തരിക. ഇതേമാതിരി നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. ഇതേമാതിരി സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.